എന്താണ് ബ്രാൻഡിങ്? ആക്ച്വലി ബ്രാൻഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളൊരു പ്രൊഡക്റ്റ് വിൽക്കുന്ന ഒരാളാണെങ്കിൽ ഒരു മനുഷ്യനൊരു പ്രൊഡക്റ്റ് വാങ്ങാൻ തീരുമാനിക്കുമ്പോൾ അതിന് എത്ര വില കൊടുക്കണം എന്ന് തീരുമാനിക്കുന്നത് അതിൻ്റെ ബ്രാൻഡ് ഇമേജിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. നിങ്ങൾ നോക്കൂ, ഒരു കാർ ഒരാൾ വാങ്ങാൻ തീരുമാനിക്കും. ഒരു ആൾട്ടോയിലേക്ക് പോകുന്ന സമയത്ത് 10 ലക്ഷം രൂപ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വില കൂടുതലാണെന്ന് എനിക്ക് തോന്നും. നേരെ മറിച്ച് മെഴ്സിഡീസ് ബെൻസ് ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ 10 ലക്ഷം രൂപ വളരെ കുറവാണെന്ന് തോന്നും. രണ്ടും കാർ തന്നെയാണ്, രണ്ട് യാത്ര ചെയ്യാൻ ഉപയോഗിക്കുന്നത് തന്നെയാണ്. യൂട്ടിലിറ്റീസ് ആയിട്ട് നോക്കുകയാണെങ്കിൽ രണ്ടും ഒരേ പർപ്പസിനാണ്. പക്ഷേ ഒരേ പർപ്പസിന് ഉപയോഗിക്കുന്ന രണ്ട് സാധനങ്ങൾക്ക് രണ്ട് വില പറയുമ്പോൾ ഒന്ന് വില കൂടുതലാണെന്നും ഒന്ന് വില കുറവാണെന്നും തോന്നുന്നത് ഓരോ പ്രൊഡക്റ്റും മനുഷ്യൻ്റെ മനസ്സിലുണ്ടാക്കുന്ന ആ ബ്രാൻഡ് ഇമേജാണ്, ബ്രാൻഡ് വാല്യൂ ആണ്. അപ്പോൾ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾ ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത്, ഒരു സർവീസ് ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് എപ്പോഴും ഒരു എക്സ്പീരിയൻസ് ബ്രാൻഡിങ് അല്ലെങ്കിൽ ബ്രാൻഡ് വാല്യൂ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ കമ്പാരിറ്റീവ്ലി മാർക്കറ്റിൽ ഉണ്ടാകുന്ന ചലഞ്ചസുകളായ വില കൂടുതലാണെന്നുള്ളതിനെ ഒരു പരിധിവരെ നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റും. അപ്പോൾ ബ്രാൻഡിങ് പൊസിഷനിങ് വളരെ കൃത്യമാണെങ്കിൽ ഒരു പരിധിവരെ നിങ്ങളുടെ പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റിയൊക്കെ അതിനനുസരിച്ച് കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പ്രൈസിങ്ങിൻ്റെ ചാലഞ്ച് പോലും നിങ്ങൾക്ക് ഓവർകം ചെയ്യാൻ പറ്റും. കോമ്പറ്റീഷൻ പോലും നിങ്ങൾക്ക് ഓവർകം ചെയ്യാൻ ബ്രാൻഡിൻ്റെ കൃത്യമായിട്ടുള്ള സ്ട്രാറ്റജിയിലൂടെയുള്ള ബ്രാൻഡ് വാല്യൂ ക്രിയേഷൻ സാധിക്കുന്നതാണ്. സോ ബ്രാൻഡ് വാല്യൂ എപ്പോഴും നിങ്ങൾ ഫോക്കസ് ചെയ്യണം. കണ്ടിന്യൂസ് ആയിട്ടുള്ള എഫേർട്ടിലൂടെ അത് കൂട്ടിയെടുക്കാൻ സാധിച്ചാൽ ഒരു പരിധിവരെ നമുക്ക് കോമ്പറ്റീഷൻ പോലും ബീറ്റ് ചെയ്യാൻ പറ്റും. ആൾ ദ ബെസ്റ്റ്. ഞാൻ ഖസാഖ് ബെഞ്ചാലി, ഗ്ലോബൽ ബിസിനസ് കോച്ച്.